തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ പൊതിച്ച് ഇവിടെ ഇട്ടിരിക്കുക. അപ്പം നമ്മളിത് തേങ്ങ പൊട്ടിച്ചിട്ട് അതിനകത്ത് തേങ്ങ ഒരുപാട് നമ്മളൊരു 5-6 മാസം കഴിയുമ്പോൾ ഇതണക്ക് കുരുപ്പാവും. ഇതുണ്ട് തേങ്ങ നല്ല കുരുത്ത് ഇതിനെ കുരുപ്പാവും. അപ്പം ഈ കുരുപ്പിനെ പറയുന്നതാണ് നൊങ്ങെന്ന് പറയും. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്, അത് കഴിക്കാൻ നല്ല രസമാണ്. നമ്മൾ കൊപ്ര നല്ല വെയിലത്ത് നമ്മളെ ടെറസിൻ്റെ മണ്ടയിൽ ഇട്ടിരിക്കുകയാണ്. അതിന് ഉണങ്ങി ഇന്നോ നാളെയോ ഇത് ഇളക്കാൻ പറ്റും. ഇളക്കി കഴിഞ്ഞാൽ ഉടനെ അരിയണം. അപ്പോൾ അരിയുന്ന വീട് ഞാൻ കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് തേങ്ങ ഇളക്കുന്നത്. ഇത് നല്ല ഉണങ്ങിപ്പോയി. ഇത് കഴിഞ്ഞിട്ടാണ് അരിയുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ അരിഞ്ഞ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് ഒരു കുറേ കഴിയുമ്പോൾ നമ്മളെടുത്ത് ഉണക്കാനിടും. ഒരു ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം 4 ദിവസം നല്ല ഉണക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആട്ടാം. കൊപ്ര അരിയുമ്പോൾ വേറൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് അരിയണം. ഒരു 4 മണിക്കൊക്കെ എണീറ്റ് അരിഞ്ഞാൽ കറക്റ്റ് 7 മണിയാകുമ്പോൾ വെയിലത്തിടാൻ പറ്റും. അപ്പോൾ നമ്മൾ തേങ്ങ ഉണക്കാനിട്ട് നല്ല ഇപ്പോൾ ഇന്ന് വെയിൽ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മുളകും നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് എടുക്കുന്നുണ്ട്. മല്ലി എല്ലാം എണ്ണ ആദ്യമാണ് മില്ലിൽ കൂടെയാണ് ചെയ്യുന്നത്. തേങ്ങാപ്പിണ്ണാക്കാണ്. ഇത് പശുവിനെ കൊടുക്കാൻ നല്ലതാണ്. ഇതാണ് നമ്മൾ തേങ്ങയിലിട്ടുന്ന പിണ്ണാക്ക്. ഇത് ആട്ടിയ എണ്ണ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. തെളിഞ്ഞ് ക്യാനിലോട്ട് മാറ്റുകയാണ്. ഇത് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ്. ഇത്രയും നല്ല പ്യൂരിറ്റി, നല്ല അടിപൊളി വെളിച്ചെണ്ണ. ലാഭം നമ്മൾ ആട്ടി കൊടുക്കുന്നതാണ് ലാഭം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾ ബെൽ ബട്ടണും അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.